السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും ജാമിയ അൽ ഹിന്ദിൻ്റെയും നേതാക്കളെ, സഹപ്രവർത്തകരെ, ദാറുൽ ഹദീസിൻ്റെയും ദാറുൽ ഹഫ്സയുടെയും ഒക്കെ സംരംഭങ്ങളിൽ ദീന് പഠിക്കുവാനായി അതിൽ അഡ്മിഷൻ നേടി ഇവിടെ എത്തിച്ചേർന്ന വിദ്യാർത്ഥികളെ, അവരുടെ രക്ഷിതാക്കളെ, അൽഹംദുലില്ലാഹ് വല്ലാത്തൊരു സന്തോഷമുള്ള സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ പരിചയമില്ലാത്ത, തുല്യതയില്ലാത്ത, നാട്ടിലെന്ന് മാത്രമല്ല ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ നമുക്കങ്ങനെ അധികമൊന്നും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഒരു സംവിധാനമാണ് ദാറുൽ ഹദീസ് എന്ന പേരിൽ നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. വലിയൊരു കെട്ടുമട്ടുമുള്ള സ്ഥാപനമാക്കാൻ ഒരു കാലത്ത് നമുക്ക് ഉദ്ദേശമില്ല. സ്ഥലം വാങ്ങി ബിൽഡിംഗ് ഉണ്ടാക്കി വലിയ കെട്ടിടങ്ങൾ പണിത് അങ്ങനെയുള്ളൊരു വലിയ മികവ് കാണിക്കുന്ന അത്തരമൊരു സംവിധാനത്തിലേക്കല്ല ഇത് ലക്ഷ്യമാക്കുന്നത്. അത് നമ്മുടെ ജാമിയ അൽ ഹിന്ദും അനുബന്ധമായ സ്ഥാപനങ്ങളും കെട്ടുമട്ടും കൊണ്ടും അതിൻ്റെ ഉള്ളടക്കം കൊണ്ടും എല്ലാം കൊണ്ടും അൽഹംദുലില്ലാഹ് നമുക്ക് തലയുയർത്തി നിൽക്കുന്ന അഭിമാന സ്തംഭമായി ഉണ്ട്. അതിനുവേണ്ടി തന്നെ നമുക്കെമ്പാടും പരിശ്രമിക്കാനുമുണ്ട്. എന്നാൽ ചെറിയ രൂപത്തിൽ പള്ളികൾ കേന്ദ്രീകരിച്ചും അതുപോലെയുള്ള ചെറിയ ചെറിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയുമൊക്കെ എന്നാൽ വലിയ റിസൾട്ടുള്ള, അനിവാര്യമായും സമൂഹത്തിൽ നടക്കേണ്ടുന്ന രണ്ട് സംരംഭങ്ങളാണ് ദാറുൽ ഹദീസ് കൊണ്ട് ഇപ്പോൾ അർത്ഥമാക്കുന്നത്. ഒന്ന്, സൂചിപ്പിക്കപ്പെട്ട പോലെ ഹദീസിലുള്ള ആഴത്തിലുള്ള പഠനം. സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം അടക്കമുള്ള കുതുബുസിത്തകൾ, അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ എന്നീ 6 ഗ്രന്ഥങ്ങളിൽ ഏകദേശം 30,000 ഹദീസുകൾ ഉണ്ട്. ആ 30,000 ഹദീസുകളും പൂർണ്ണമായും വായിച്ച ആളുകൾ കേരളത്തിൽ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒരു കയ്യിലെ വിരൽ കൊണ്ട് എണ്ണാവുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ. ഞാനത് വായിച്ച ആളല്ല, എൻ്റെ കണ്ണ് അതിലേക്ക് മുഴുവനും എത്തിയിട്ടുമില്ല. വളരെ തുച്ഛം ആളുകൾ, ഒരു 4, 5, 6 ആളുകളെ ഒരു പക്ഷേ നമുക്ക് എണ്ണാൻ പറ്റിയേക്കാം. അതിനപ്പുറത്ത് കുതുബുസിത്ത കംപ്ലീറ്റ് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു പോയ ആളുകൾ തുച്ഛമാണ് എന്നത് യാഥാർത്ഥ്യമാണ്. ഇനി ഉള്ളവർ തന്നെ പലരും ഖിറാഅ സരീഅ എന്ന നിലക്ക് അതിവേഗം വായിച്ചു പോയി. അത് വായിച്ചു തീർത്ത കുറച്ച് ആളുകൾ നമ്മുടെ ജാമിയയിലെ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് താനും. അതിനപ്പുറത്ത് മനസ്സിലെത്തി ഈ മുഴുവൻ ഹദീസുകളെയും അതിൻ്റെ അർത്ഥം സഹിതം, അതിൻ്റെ വ്യാഖ്യാന സഹിതം അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് പഠിച്ചു പോവുക എന്ന ഒരു സംരംഭം നിർബന്ധമായും നമ്മൾ തുടങ്ങിയേ പറ്റൂ എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ദാറുൽ ഹദീസ് എന്ന ആശയത്തിലേക്ക് നമ്മൾ എത്തിയത്. ഇപ്പോൾ ആദ്യഘട്ടം 1 വർഷത്തെ പദ്ധതിയാണ്. പള്ളിയിലാണ് താമസിക്കുക, പരിമിതമായ സൗകര്യങ്ങളാണ്. അതിൽ നിന്നുകൊണ്ട് രാവിലെ 6 മണിക്ക് ആരംഭിച്ചാൽ രാത്രി ഏതാണ്ട് 10 മണി 11 മണി വരെ ഹദീസുകളുടെ കൂടെ ഉള്ള ഒരു സഞ്ചാരമാണ് നാം ഉദ്ദേശിക്കുന്നത്. 10-30-ലേറെ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകി. അതിൽ നിന്ന് പിന്നീട് നമ്മൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഇൻ്റർവ്യൂ നടത്തി. അതിൽ പാസ്സായ 8 പേരാണ് നമ്മളിപ്പോൾ ഇതിൽ വന്ന് ചേരുന്നത്. 10 പേർക്ക് അഡ്മിഷൻ കിട്ടി. അതിൽ 2 പേർക്ക് ജാമിയയിലെ PG കോഴ്സിനും അഡ്മിഷൻ കിട്ടി. അവർ ഞങ്ങളോടൊക്കെ മുഷാവറ ചെയ്തു എന്ത് വേണമെന്ന്. നമ്മളൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ജാമിയയിലെ PG നിങ്ങൾ അതിൽ പോയി ചേരുക, അത് പൂർത്തിയായതിനു ശേഷം നിങ്ങൾക്ക് ദാറുൽ ഹദീസിലേക്ക് വരാം. അതുകൊണ്ട് ആ 2 പേർ ജാമിയയിലെ PG ചേരുകയാണ്. ബാക്കി 8 പേർ, അതാണ് മുമ്പിലിരിക്കുന്ന ഈ 8 ആളുകൾ. അൽഹംദുലില്ലാഹ്
അവർ ഇന്ന് മഗ്‌രിബോട് കൂടി ക്ലാസ് ആരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു കൊല്ലം ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് ഒരുപാട് നീക്കുപോക്കൽ ജീവിതത്തിൽ നടത്തി എല്ലാം മാറ്റിവെച്ച് ഹദീസുകളെ കൂടെ ജീവിക്കുവാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് ഇഹ്റാം കെട്ടിയിറങ്ങിയ ആളുകളാണ്. അള്ളാഹു അവർക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. ആത്മാർത്ഥമായി നമ്മളൊക്കെ എപ്പോഴും ദുആ ചെയ്യണം. ഒരുപാട് അസൗകര്യങ്ങളുണ്ടാകും. ആ അസൗകര്യത്തിൽ തന്നെയാണ് ഒരു പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് എന്നും എത്ര കാലം മുന്നോട്ട് പോയാലും പരിമിതമായ സൗകര്യങ്ങൾ നിന്നുകൊണ്ട് ത്യാഗം സഹിച്ച് പഠിക്കട്ടെ എന്നാണ് അതിൽ കാണുന്ന കാഴ്ചപ്പാട്. 6 മണി മുതൽ തുടങ്ങുന്ന ക്ലാസ്സുകൾ ഇടയ്ക്ക് ചെറിയ ചെറിയ ഇടവേള ഒഴിച്ചാൽ ബാക്കിയെല്ലാം ദീർഘമായ മണിക്കൂറുകൾ നിലത്ത് ഇരുന്ന് അവർ ഹദീസുകൾ ഒന്നൊന്നായി വായിച്ച് ഒരു ദിവസം 100 ഹദീസ് പഠിക്കുക എന്നതാണ് നമ്മൾ കൊടുത്ത ടാർഗറ്റ്. ഒരു 10 മാസം കൊണ്ട് 30,000 ഹദീസ് എന്നാണ് ലക്ഷ്യമാക്കുന്നത്. അവർക്ക് വേറെ ലീവോ കാര്യമോ ഒന്നുമില്ല. വെള്ളിയാഴ്ച മാത്രം ക്ലാസ് ഒഴിവുണ്ടാകും. അന്ന് എമ്പാടും എഴുതാനും വായിക്കാനും അവർക്ക് പണി വേറെ കൊടുത്തിട്ടുമുണ്ടാകും. ഇനി അവർക്ക് ലീവുള്ളത് അടുത്ത റമദാനിലാണ്. അതിനിടയ്ക്ക് വേറെ പ്രത്യേകിച്ച് ലീവൊന്നുമില്ല. അങ്ങനെ പൂർണ്ണമായും തഫർറുഖുത്താം എന്ന് പറയുന്ന ഒരു സംഘം ഇതിനു വേണ്ടി മാറിയിരിക്കണമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ആ ആശയമാണ് നാം അതിലൂടെ യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ പരിശ്രമമാണ്. പൂർത്തിയാകുമോ, എവിടെ എത്തും എന്നൊന്നും പറയാൻ കഴിയില്ല. ഒരാഴ്ച നടന്നു. ഒരാഴ്ച കൊണ്ട് 700 ഹദീസ് പഠിച്ചു. പിന്നെ പൂട്ടിപ്പോയാൽ പോലും അൽഹംദുലില്ലാ കിട്ടിയതായാലും. അതാണ് നമ്മളതിൽ കാണുന്ന കാഴ്ച. വലിയ വമ്പ് പറയാനോ അത്ര ആയി എന്ന് പറയാനോ ഒന്നും ഇതിൽ ഉദ്ദേശമില്ല. കിട്ടിയത് എത്രയാണെങ്കിലും അൽഹംദുലില്ലാ ഹദീസുകൾ പരിഹസിക്കപ്പെടുന്ന ചവിട്ടിമരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സേവനം നബിതങ്ങളുടെ സുന്നത്തിന് നാം ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. ദാറുൽ ഹദീസിൻ്റെ 2ാമത് സംരംഭമാണ് മഅ്ഹദുൻ നൂറൈൻ എന്ന് പറയുന്ന സംരംഭം. വിശുദ്ധ ഖുർആൻ ഹിഫ്ള് ആക്കിയ ആളുകൾക്ക് ആ ഹിഫ്ള് നിലനിർത്താനും അതിന് കൂടെ ഹദീസുകൾ കാണാതെ പഠിക്കാനുമുള്ള ഒരു സംവിധാനം. മറ്റൊരു പള്ളി, അത് ഒരു പള്ളിയുടെ ഭാരവാഹികൾ മുന്നോട്ട് വന്നു. ആ പള്ളിയിൽ വെച്ച് നടത്തുക. അതും ഇതേപോലെ ഒരുപാട് അസൗകര്യങ്ങൾ കിടക്കാൻ കട്ടിലില്ല. നിരത്ത് ബെഡുണ്ടെങ്കിൽ ബെഡ് വിരിച്ച് കിടക്കാം, അല്ലെങ്കിൽ പായി കിടക്കാം എന്നാണ് ആദ്യമേ പറഞ്ഞത്. അങ്ങനെ ത്യാഗം ചെയ്യാൻ തയ്യാറായി വരുന്ന ആളുകളെ ആവശ്യമുള്ളൂ. അവിടെ നിന്നുകൊണ്ട് അവർ പഠിക്കട്ടെ, ഹദീസ് കാണാപ്പാഠം പഠിക്കട്ടെ എന്നാണ് നാം അതിൽ കാണുന്നത്. ഹദീസ് ഹിഫ്ളാക്കാനുള്ള സംവിധാനങ്ങൾ അധികമൊന്നും അന്വേഷണത്തിൽ അധികം നമുക്ക് കിട്ടിയിട്ടില്ല. ഒറ്റപ്പെട്ട ചില സ്ഥാപനങ്ങളൊക്കെ ഒരു 50 ഹദീസോ 100 ഹദീസോ ഒക്കെ ഹിഫ്ളാക്കുന്ന സംവിധാനമുണ്ട് എന്നല്ലാതെ കുത്തിയിരുന്ന് ഹദീസുകൾ കാണാപ്പാഠം പഠിക്കുന്ന സംവിധാനമില്ല. ഇൻഷാ അല്ലാഹ് ഇതിലൂടെ ബുഖാരി മുസ്ലിം അടക്കം ഹിഫ്ളാക്കിയ ആളുകൾ കേരളത്തിൽ ഉണ്ടായി വരണം. കേരള ചരിത്രത്തിൽ തന്നെ അങ്ങനെ ബുഖാരി മുസ്ലിമൊക്കെ ഹിഫ്ളാക്കിയ മനുഷ്യന്മാർ ഉണ്ടായതായി നമ്മുടെ ഒന്നും അറിവിലില്ല. ഇനി മുതിർന്ന ഉസ്താദുമാർക്കൊക്കെ അറിയുമോ എന്നറിയില്ല. ഏതാണെങ്കിലും ആ നിലക്കുള്ള ഒരു പരിശ്രമമാണ് മഅ്ഹദുൻ നൂറൈൻ. 2 നൂറ് ഹദീസും ഖുർആനുമാകുന്ന 2 വഹ്യുകൾ. അതാണ് നൂറൈൻ എന്ന് പേരിടാൻ കാരണം. മഅ്ഹദുൻ നൂറൈൻ ലിതഹ്ഫീദിൽ വഹ്യൈൻ. 2 വഹ്യ് ഹിഫ്ളാക്കാനുള്ള സംവിധാനം. ഖുർആൻ അവർക്ക് ഹിഫ്ളുണ്ട്, അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അതിനെ കൂടെ ഹദീസും കാണാതെ പഠിക്കുക. ഇതാണ് അതിൻ്റെ സംവിധാനം. കൊണ്ടോട്ടി മുതുവല്ലൂർ എന്ന പ്രദേശത്തെ പള്ളിയിലാണ് നാം അത് ആരംഭിക്കുന്നത്. ഇനി ഏതെങ്കിലും പള്ളിക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ തുടങ്ങാൻ കഴിയും. വലിയ അധ്വാനമൊന്നും ആവശ്യമില്ല. ഒരു ഉസ്താദിനെ വെച്ചാൽ മതി. ആ പള്ളിയിൽ ഏതായാലും ഇമാമ് വേണം. ഇതിന് പറ്റുന്ന ഒരാളെ ഇമാമാക്കി നിശ്ചയിച്ചു കൊടുത്താൽ അയാളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു 10 കുട്ടികളെ പഠിപ്പിക്കാൻ മറ്റു ഒരു സൗകര്യവും ആവശ്യമില്ല. ഒരു ചെറിയ ഒരു ഗ്യാസ് അടുപ്പും അതേപോലെ ചെറിയ സംവിധാനം ഉണ്ടെങ്കിൽ ഭക്ഷണക്കഞ്ഞി കുക്കിങ്ങിന് ആളില്ലെങ്കിൽ അവർ തന്നെ പാകം ചെയ്തിട്ടെങ്കിലും ഉണ്ടാക്കി കഴിച്ചോളും. എന്നാലും നമ്മുടെ ധാരാളം പള്ളികൾ വരുന്നു. ആ പള്ളികളൊക്കെ 5 നേരം നിസ്കാരം കഴിഞ്ഞ് പൂട്ടിപ്പോകുന്ന ഒരവസ്ഥയിലാണ് പലതും ഉള്ളത്. അതിൽ നിന്നും മാറി ആ പള്ളിയെ ഉപയോഗപ്പെടുത്തി ഒരു 10 ആൾ താമസിച്ച് ഖുർആൻ ഹിഫ്ളാക്കുകയോ ഹദീസ് ഹിഫ്ളാക്കുകയോ അല്ലെങ്കിൽ ആഴത്തിൽ ദീന് പഠിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പള്ളിക്കും അതൊരു സജീവതയാണ്. ഒരു അധിക ബാധ്യത ഒന്നും അതുകൊണ്ട് അധികമൊന്നും വരുന്നില്ല. ഏതായാലും ഇമാമിന് ശമ്പളം കൊടുക്കണം. അത് മറ്റൊരാളെ വെച്ചാൽ അയാൾക്കും എന്തെങ്കിലും അധികമായി ശമ്പളം കൊടുക്കാനും പറ്റും. ഈ കുട്ടികൾ അവിടെ താമസിക്കുകയും ചെയ്തോളും. ആർക്കൊന്നും കൊടുക്കുകയും വേണ്ട. ആ നിലക്കുള്ള ഒരു പരിമിതമായ കാഴ്ചപ്പാടാണ് ദാറുൽ ഹദീസ് എന്ന ഈ ആശയത്തിലൂടെ ഞങ്ങളൊക്കെ കാണുന്നത്. ഇനി പടച്ചറബിൻ്റെ തീരുമാനപ്രകാരം ഭാവിയിൽ എന്താണോ എങ്ങനെയാണോ അതായി വരുന്നത് അൽഹംദുലില്ലാ എന്ത് ഖൈറിനും നമുക്ക് റബ്ബിനോട് തേടാം. അള്ളാഹു ഖൈർ നൽകി
അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ദാറുൽ ഹദീസിൻ്റെ 2 സംരംഭങ്ങൾ ഇൻഷാ അല്ലാഹ്. ദാറുൽ ഹദീസിൻ്റെ ഉദ്ഘാടനം ബഹുമാനായ നമ്മുടെ ചെയർമാൻ PN അബ്ദുൽ ലത്തീഫ് മദനി ഇവിടെ നിർവഹിക്കും. അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞ് ഇന്നലെയാണ് എത്തിയത്. എന്നാലും അൽഹംദുലില്ലാഹ് ഈ സംവിധാനത്തിൽ ഭാഗവാക്കാകണമെന്ന ആ ആഗ്രഹം കൊണ്ട് അദ്ദേഹം നമ്മുടെ കൂടെ വന്നിരിക്കുന്നു. പടച്ച റബ്ബ് എല്ലാ അർത്ഥത്തിലുമുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊന്ന് പെൺകുട്ടികൾക്കുള്ള ഹിഫ്ള് സംവിധാനമാണ്. ഇന്ന് ഖുർആൻ ഹിഫ്ള് ധാരാളമുണ്ട്. പെൺകുട്ടികൾക്കും ഒരുപാട് സ്ഥാപനമുണ്ട്. പക്ഷേ ശരിയായ സലഫി മൻഹജിൽ നിന്നുകൊണ്ട് തന്നെ തർബിയത്തും തസ്കിയത്തും നൽകി ലക്ഷണമൊത്ത കുറ്റമറ്റ ഹിഫ്ള് സംവിധാനത്തിലൂടെ നടക്കുന്ന സംവിധാനങ്ങൾ കേരളത്തിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല എന്നതാണ് യാഥാർത്ഥ്യം. പേരിന് മുജാഹിദ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എല്ലാ അർത്ഥത്തിലും ശരിയായ സലഫിയത്ത് കാത്തു സൂക്ഷിച്ചുകൊണ്ടും തർബിയത്തും തസ്കിയത്തും നൽകിക്കൊണ്ടും കുറ്റമറ്റ ഇത്ഖാനോടെയുള്ള ഹിഫ്ളുമാണോ നൽകുന്നത് എന്ന് ചോദിച്ചാൽ അല്ലെന്നാണ് മറുപടി. ഹിഫ്ള് സ്ഥാപനങ്ങളിൽ 62 സ്ഥാപനങ്ങൾ ജാമിയയുടെ തഹ്ഫീദിൻ്റെ ഭാഗമായി ജാമിയ പ്രതിനിധികൾ സന്ദർശിച്ചിട്ടുണ്ട്. ഈ കേരളത്തിനകത്തും പുറത്തുമായി 62 ഹിഫ്ള് കോളേജുകൾ വിസിറ്റ് ചെയ്തു. അവിടെയൊക്കെയുള്ള ഹിഫ്ള് സംവിധാനം പഠിക്കാൻ, അവിടെയുള്ള ഗുണങ്ങൾ പഠിച്ച് നമുക്ക് ഇവിടെ നടപ്പാക്കാൻ, അവിടെയുള്ള ദോഷങ്ങൾ പഠിച്ച് അതിവിടെ ഇല്ലാതിരിക്കാൻ വേണ്ടി ജാമിയ അൽഹിന്ദ് ഖുർആൻ അക്കാദമി എന്ന ഏകീയ സംവിധാനത്തിൻ്റെ മേൽനോട്ടത്തിൽ 62 സ്ഥാപനങ്ങൾ സന്ദർശിച്ചപ്പോൾ പല സ്ഥാപനങ്ങൾക്കും നമുക്ക് കിട്ടിയ തിരിച്ചറിവ് ഒരു ഹിഫ്ള് സ്ഥാപനം എങ്ങനെ ആകാൻ പാടില്ല എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്, മാതൃകയാണത് എന്ന് ചിലരെപ്പറ്റി നമുക്ക് മനസ്സിലായി. എങ്ങനെ ആകണം എന്ന് പറയാൻ വളരെ ഒറ്റപ്പെട്ട സ്ഥാപനങ്ങളെ ഉള്ളൂ. അതുതന്നെ കേരളത്തിൽ ഇല്ലെന്ന് പറയുന്ന പുറത്താണ് 1-2 ഉള്ളത്. അപ്പോൾ ആ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജാമിയയുടെ കീഴിൽ അൽഹിന്ദ് ഖുർആൻ അക്കാദമി അൽഹംദുലില്ലാഹ് ഭംഗിയായി നടക്കുന്നു. 7 സ്ഥലത്ത് ഇപ്പോൾ ഹിഫ്ള് സ്ഥാപനം ജാമിയ നടത്തുന്നുണ്ട്. അത് 7ഉം ആൺകുട്ടികൾക്കാണ്. പെൺകുട്ടികൾക്ക് സംവിധാനം വേണം എന്ന ആലോചന ജാമിയ ട്രസ്റ്റിൽ പലപ്പോഴായി ചർച്ച വന്നു. പക്ഷെ എല്ലാം കൂടെ ഏറ്റെടുക്കാൻ നമുക്കൊരു കമ്മിറ്റിക്ക് കഴിയില്ല എന്നതിൽ നിന്നാണ് അത്. ഇനി ജാമിയതായാലും നമ്മൾ ലേഡീസ് ക്യാമ്പസും മെയിൻ ക്യാമ്പസും ഈ ഹിഫ്ള് സ്ഥാപനങ്ങളും സ്കൂൾ ഓഫ് ഖുർആനും എല്ലാം ഉണ്ടല്ലോ. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഒരു പുതിയ ഭാരം കൂടി ഏൽക്കാൻ കഴിയില്ല എന്ന ചർച്ചയിൽ ജാമിയ തൽക്കാലം തുടങ്ങുന്നില്ല തീരുമാനിച്ചപ്പോഴാണ് ഞങ്ങൾ കുറച്ചാൾ കൂടി ആലോചിച്ചത് നമ്മൾ തുടങ്ങിയാലോ, ആർക്കും ഒരു പ്രയാസമില്ലാതെ ചെറിയ രൂപത്തിൽ ഒരു വാടകയ്ക്ക് ഒരു ബിൽഡിംഗ് എടുത്തിട്ടെങ്കിലും ഒരു 10 കുട്ടികളെ എടുത്തിട്ടെങ്കിലും പഠിപ്പിച്ചു തുടങ്ങിയാലോ എന്ന് ഷുഹൈബ് സലഫിയൊക്കെ വളരെ ആവേശപൂർവ്വം പറഞ്ഞു. അദ്ദേഹത്തിന് 6 പെൺകുട്ടികളാണ്. അപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ ഇവിടെ ഇത് ഹിഫ്ളിന് പറഞ്ഞേക്കണമെങ്കിൽ സ്ഥാപനമില്ല എന്ന ദുരുദ്ദേശം കൂടി അദ്ദേഹത്തിനുണ്ട്. ഏതായിരുന്നാലും ആ നിലയ്ക്ക് ഞങ്ങൾ ഇറങ്ങി പടച്ച റബ്ബ് എളുപ്പമാക്കി തന്നു. തൽക്കാലം ഒരു വാടക കെട്ടിടം ഇവിടെ ഒരു 4-5 ഫ്ലാറ്റുകളുള്ള ഒരു ഭാഗം ഒന്നിച്ച് വാടകയ്ക്കെടുത്ത് അത്യാവശ്യമായ ചില സൗകര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ കുറച്ച് കുട്ടികളെ താമസിപ്പിച്ച് പഠിപ്പിക്കാനാണ്. 20 കുട്ടികളെ സെലക്ട് ചെയ്തു. ആ കുട്ടികളെ ഉമ്മമാരും ബാപ്പമാരും ഒക്കെ ഇവിടെ ഉണ്ട്. അവിടെ ഇന്ന് മക്കളുമായി വന്നതാണ്. ഈ പ്രോഗ്രാം കഴിഞ്ഞ് മക്കളവിടെ ഏൽപ്പിച്ച് അവർ ഇൻഷാ അല്ലാഹ് നാട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഇന്ന് മുതൽ അതിനും തുടക്കം കൊടുക്കുക. ഈ 3ഉം ഇന്ന് മരുവിനേഷം ക്ലാസ്സുകൾ ആരംഭിക്കും. ഇൻഷാ അല്ലാഹ് മഅഹദുൻ നൂറൈൻ ഇന്ന് തുടക്കം കുറിക്കും. അതേപോലെ ദാറുൽ ഹദീസ് ഇന്ന് തുടങ്ങും. ഈ ദാറുൽ ഹഫ്സ എന്ന് പേരിട്ടിരിക്കുന്ന നബി തങ്ങളുടെ പത്നി നമ്മുടെ ഉമ്മ ഹഫ്സ ബീവിയാണല്ലോ വിശുദ്ധ ഖുർആനിൻ്റെ കോപ്പി കൈവശം വെക്കാൻ അന്ന് ഭാഗ്യം ലഭിച്ചവർ. ആ അർത്ഥത്തിലാണ് ഹഫ്സ ബീവിയുടെ പേര് ദാറുൽ ഹഫ്സ എന്ന പേര് നാം തിരഞ്ഞെടുത്തുകൊണ്ട്, അതും ചെറിയ സംവിധാനമാണ്. 20 കുട്ടികൾക്കുള്ള സൗകര്യം. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നമുക്ക് സാഹചര്യം അനുകൂലമായി വരികയാണെങ്കിൽ അന്ന് കുറച്ചുകൂടെ വലുതാക്കാം. അതല്ല ഇങ്ങനെ തന്നെ പോകാനേ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ പോകാം. അതും പൂർത്തിയാക്കാൻ കഴിയുന്നില്ലേ, ഇല്ലെങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ചെയ്യാൻ പറ്റിയ സേവനം ചെയ്തുവെന്ന സമാധാനം ഉണ്ടാകും. ഈ 3 സംരംഭങ്ങൾ 2 സ്ഥാപനങ്ങളിലായി 3 സംരംഭങ്ങൾ. അപ്പോൾ ദാറുൽ ഹദീസിൻ്റെ ഉദ്ഘാടനം ഇൻഷാ അല്ലാഹ് PN അബ്ദുൽ ലത്തീഫ് മദനി നിർവഹിക്കും. ദാറുൽ ഹഫ്സയുടെ ഉദ്ഘാടനം ബഹുമാന്യനായ ഖുർആൻ പരിഭാഷകൻ കൂടിയായ നമ്മുടെ കുഞ്ഞു മുഹമ്മദ് മദനിയും നിർവഹിക്കും. അതേപോലെ അബൂബക്കർ സലഫി, ഹംസ മദീനി, ഷബീബ് സലാഹി തുടങ്ങിയവരൊക്കെ ഇവരുണ്ട്. അവരൊക്കെ ഇതിൽ എന്നും നിർദ്ദേശങ്ങൾ നൽകി നമ്മളെ കൂടെ ഇതിന് എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്ന നമ്മുടെ ഉസ്താദുമാരാണ്. നമ്മളൊക്കെ ഇവിടെ കൂടി ആലോചിച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ആരെങ്കിലും ഒരാൾ മുന്നിലേക്ക് ഇറങ്ങണം എന്ന നിലയ്ക്ക് ഞങ്ങളൊക്കെ ഇറങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. 2 വഹയ്കൾക്കുമുള്ള സേവനം എന്നതാണ് നമ്മളൊക്കെ ഇതിൽ ലക്ഷ്യമാക്കുന്നത്. എല്ലാ ഫിത്നയും ഫസാദും വ്യാപകമായി വരുന്ന ഈ കാലഘട്ടങ്ങളിൽ ഇത്തരം സംരംഭങ്ങൾ ആരെവിടെ തുടങ്ങിയാലും, എത്ര ചെറുതാണെങ്കിലും, ഒരു കുട്ടിയെ വെച്ച് തുടങ്ങിയാലും അതൊരു വലിയ കാര്യം തന്നെയാണ്.
ലക്ഷണമൊത്ത പണ്ഡിതന്മാർ ഇൻഷാ അല്ലാഹ് ഇതിലൂടെ ഉണ്ടായി വരണം. ഇവരൊക്കെ ജാമിഅ അൽ ഹിന്ദിൽ മിക്കവാറും PG കഴിഞ്ഞ ആളുകളും തൊട്ട് താഴെയുള്ള ആളുകളും ഒക്കെ തന്നെയാണ് ഇരിക്കുന്ന എല്ലാവരും. അതിനുശേഷമാണ് അവർ ഒരു കൊല്ലം ഇനി ഇതിനു വേണ്ടി മാറിയിരിക്കുന്നത്. 2 പേർ കല്യാണം കഴിച്ച മക്കളുള്ളവരാണ്. അവരൊക്കെ കുടുംബസമേതം ഇവിടെ വന്ന് താമസമാക്കി ഇതിനു വേണ്ടി ഇഹ്റാം കെട്ടി വന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ദാറുൽ ഹദീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാനായി നമ്മുടെ ചെയർമാൻ കൂടിയായ ബഹുമാന്യനായ PN അബ്ദുൽ ലത്തീഫ് മദനി അവരുകളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.